നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ഇരു രാജ്യങ്ങളുടെയും ശക്തമായ പ്രസ്താവനകൾ സ്ഥിതി കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലോകത്തെ പ്രധാന ശക്തികളായ ഇറാനും സൗദി അറേബ്യയും പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സംഘർഷം ശമിപ്പിക്കുന്നതിനായി സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സൗദി ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ജി സോഷ്യൽ മീഡിയയിൽ ഇരു രാജ്യങ്ങളെയും സഹായിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഇറാന്റെ അടുത്ത അയൽക്കാരാണെന്നും ഇരു രാജ്യങ്ങളുമായി ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക ബന്ധം പങ്കിടുന്നുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരു അയൽ രാഷ്ട്രം എന്ന നിലയിൽ ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം ഇറാൻ ഒരു മുൻഗണനയായി കണക്കാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും നിലവിൽ കടന്നു പോകുന്ന വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ സംഭാഷണവും ധാരണയും വളർത്തിയെടുക്കാൻ സഹായിക്കാൻ ഇറാൻ തയ്യാറാണെന്നും അരാഗ്ജി അറിയിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച പേർഷ്യൻ കവി സാദിയുടെ കവിതയും അദ്ദേഹം പങ്കുവച്ചു. അതേസമയം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായി സംസാരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സമീപകാല നടപടികളെ തുടർന്ന് പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹം സൗദി മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരാൻ ഇരു നേതാക്കളും സമ്മതിച്ചിട്ടുമുണ്ട്. എന്തായാലും മധ്യസ്ഥ ചർച്ചകളിൽ ഇന്ത്യയുടെ പങ്കെടുക്കൽ എത്രത്തോളം ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം സമാധാനപൂർണമായിരിക്കുന്ന ഒരു രാജ്യത്ത് വന്ന അനധികൃതമായി ഒളിച്ചും വേഷം മാറിയുമൊക്കെയാണ് അവർ സാധാരണക്കാരായ 26-27 പേരെ കൊന്നു തള്ളിയത്. ഇതിനെ നിസ്സാരമായി കാണാൻ ഇന്ത്യ തയ്യാറല്ല. ഇതിന്റെ ഭാഗമായാണ് 60-ലേറെ വർഷത്തോളം നിലനിന്നിരുന്ന സിന്ധു നദീ കരാർ പോലും മരവിപ്പിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. വലിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ ആ കരാറിൽ തൊട്ടിരുന്നില്ല. ഇന്ത്യയെ എത്രമാത്രം ഇത് സ്വാധീനിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കരാർ മരവിപ്പിച്ചതുകൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, സൈനിക നടപടികൾ ഏത് നിമിഷവും പാകിസ്ഥാന് നേരെ ഉണ്ടായാലും അത്ഭുതമില്ല. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ എല്ലാം സജ്ജമായി കഴിഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ കടുംകൈ ചെയ്താൽ പാകിസ്ഥാനും തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്കുള്ള പോക്കാണോ ഇതെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ.